ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പുതിയ ജോലി അവസരം വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി 30/9/2025. ആദ്യത്തെ പോസ്റ്റ് ഡെപ്യൂട്ടേഷനാണ്, അതുകൊണ്ട് നോക്കുന്നില്ല. അടുത്ത പോസ്റ്റ് കോഡ് 118/2025. പോസ്റ്റിൻ്റെ പേര് സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ CRTK പ്രോജക്റ്റിലേക്കാണ്. കോൺട്രാക്റ്റ് ബേസിലുള്ള പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ്. ക്വാളിഫിക്കേഷൻ BE or BTech in CS, EC or IT or MCA ആണ്. 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനാകുന്നത്. മന്ത്ലി 75,000 രൂപയാണ് സാലറി പറയുന്നത്. അടുത്ത പോസ്റ്റ് 119/2025. നെയിം ഓഫ് പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് യൂണിഫൈഡ് രജിസ്ട്രി പ്രോജക്റ്റ്. കോൺട്രാക്റ്റ് ബേസിസിലുള്ള പോസ്റ്റാണ്. 45 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ BE or BTech in CS, ECE, IT or MCA. എക്സ്പീരിയൻസ് 7 വർഷമാണ് വേണ്ടത്. 70,000 രൂപയാണ് മന്ത്ലി സാലറി വരുന്നത്. അടുത്ത പോസ്റ്റ് 120/2025. ചെയിൻ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട്. കോൺട്രാക്റ്റ് ബേസിസിലുള്ള പോസ്റ്റാണ്. 45 വയസ്സ് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ MBA. ഹ്യൂമൻ റിസോഴ്സ് ഉള്ളവർക്ക് പ്രത്യേക മുൻഗണനയുണ്ട്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വിത്ത് അറ്റ്ലീസ്റ്റ് 4 years ഓഫ് ചെയിൻ മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് 3 years ഓഫ് ഗവർണൻസ് എക്സ്പീരിയൻസ്. 71,500 രൂപയാണ് മന്ത്ലി റെമ്യൂണറേഷൻ വരുന്നത്. അടുത്ത പോസ്റ്റ് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. പോസ്റ്റ് കോഡ് 121/2025. KSWN പ്രോജക്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ BE or BTech in ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ്. സർട്ടിഫിക്കേഷൻ CCNNP or ഇക്വലൻ്റ് ഉണ്ടായിരിക്കണം. 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഇൻ MPLS or IPv6 കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. സൗണ്ട് ഡൊമെയിൻ നോളജ് ഇൻ റൂട്ടിംഗ്, സ്വിച്ചിങ്, ഫയർവാൾ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. 52,000 രൂപയാണ് റെമ്യൂണറേഷൻ വരുന്നത്. അടുത്ത പോസ്റ്റ് 122/2025. എഞ്ചിനീയർ IT സപ്പോർട്ട് ആൻഡ് കോൺസ്റ്റിറ്റ്യുവൻസി CERTK പ്രോജക്റ്റ്. ഒരു വേക്കൻസിയാണുള്ളത്. 36 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ BTech, കമ്പ്യൂട്ടർ സയൻസ് ഓർ IT or ഇലക്ട്രോണിക്സ് ഓർ ഗ്രാജുവേറ്റ് പ്ലസ് PG DEG. 1 or 2 years ആണ് എക്സ്പീരിയൻസ് വേണ്ടത്. റെമ്യൂണറേഷൻ വരുന്നത് 32,500 രൂപയാണ്. അടുത്ത പോസ്റ്റ് 123/2025. പോസ്റ്റിൻ്റെ പേര് ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ. KSWN പ്രോജക്റ്റ്. കോൺട്രാക്ട് ബേസിസിലുള്ള പോസ്റ്റാണ്. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കോൾ സെൻറ്റർ ഓർ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ. പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. റെമ്യൂണറേഷൻ വരുന്നത് 23,400 രൂപയാണ്. അടുത്ത പോസ്റ്റ് 124/2025. പോസ്റ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ ഓഫീസ് പ്രോജക്റ്റ്. കോൺട്രാക്ട് ബേസിസിലുള്ള പോസ്റ്റാണ്. BTech or MCA ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. മിനിമം 2 years ആണ് എക്സ്പീരിയൻസ് വേണ്ടത്. 28,600 രൂപയാണ് മന്ത്ലി സാലറി വരുന്നത്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് careers.itmission.kerala.gov.in വഴിയാണ്. ലാസ്റ്റ് ഡേറ്റ് 30/9/2025. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.